ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത് ഒരു ഹെൽത്തി ജാമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ഫ്രൂട്ട്സ് കിട്ടിയാലും ഇതേ രീതിയിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ജാം റെഡിയാക്കി എടുക്കാൻ കഴിയും. നല്ല സ്റ്റിക്കി ടൈപ്പിലുള്ളൊരു ജാമാണ് കേട്ടത്. അപ്പോൾ ഏതൊരു ഫ്രൂട്ട്സ് കിട്ടിയാലും നമുക്ക് ഇതേപോലെ ഒരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു ജാം റെഡിയാക്കി എടുക്കാൻ കഴിയും. അതേപോലെ നമ്മൾ മക്കൾക്കൊക്കെ പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്തിട്ടുള്ള ആ ഒരു ജാം കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ നല്ലതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ജാം നമുക്ക് ധൈര്യത്തോടെ തന്നെ നമ്മുടെ മക്കൾക്ക് കൊടുക്കുക. ഇത് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ സിമ്പിളും ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കേടാവാതെ മാസങ്ങളോളം കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ച് ഉപയോഗിക്കാനും കഴിയും. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ റോസാപ്പിൾ കൊണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ ഇതിൻ്റെ ഒരു സീസൺ ആകുമ്പോൾ ധാരാളം ഈ ഒരു ചാമ്പൊക്കെ താഴെ വീണിട്ട് വേസ്റ്റായി പോകാറാണ് പതിവ്. 2-3 ദിവസമൊക്കെ മക്കൾ കഴിക്കുള്ളൂ, പിന്നെ അവർ വേസ്റ്റാക്കി കളയാറാണുള്ളത്. അപ്പോൾ അത് നമ്മുടെ മക്കളുടെ ശരീരത്തിൽ എത്താനൊക്കെ നമുക്ക് ഇതേപോലെ ജാമൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അതേപോലെ തന്നെ ഈ ഒരു ചാമ്പക്കയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ചാമ്പക്കയുടെ ജ്യൂസ് കേട്ടോ. അപ്പോൾ സംശയമുള്ളവർക്കൊക്കെ അതിൽ പോയി കാണാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല എല്ലാവർക്കും, മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഹെൽത്തിന് ധാരാളം ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടത്. അപ്പോൾ ഈ ഒരു ചാമ്പക്ക വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ജാം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞാനിത് അതിലെ സീഡ്സ് എല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ചാമ്പക്ക നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് നന്നായിട്ട് തന്നെ ഒന്ന് ഫൈനാക്കി ഇത് അരച്ചെടുക്കണം കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഈ സീസണിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാമ്പക്കയുടെ ഉൾഭാഗത്ത് പുഴുക്കളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അതിലെ സീഡ്സും അതേപോലെ പുഴുക്കളൊക്കെ ആണെങ്കിലൊക്കെ കളഞ്ഞ ശേഷം വേണം നമ്മളിത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ അടിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതാ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്ന കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കൂടിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് തന്നെ ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ അരിച്ചെടുക്കുന്നൊന്നുമില്ല. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഇതേപോലെ ജാം ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാനിലിട്ട് ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സെക്കൻഡ് ട്രിപ്പും അതേപോലെ തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ ആ ഇട്ട ചാമ്പക്കയിലേക്ക് മാത്രമേ പഞ്ചസാര ഇട്ടിട്ടുള്ളായിരുന്നു. സെക്കൻഡ് ട്രിപ്പ് നമ്മൾ അരക്കുമ്പോഴും അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നമുക്ക് അതിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ചാമ്പക്കയിൽ നിന്ന് നല്ലോണം ജലാംശമുള്ള കാരണം നമ്മൾ ഒട്ടും ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട. അപ്പോൾ അത് ഞാനിത് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിലുള്ള പീസസ് ഒക്കെ അതേപോലെ കെടുക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനൊരു 3 തവണകളായിട്ട് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വലിയ പാനിലായിരിക്കണം. നന്നായിട്ട് തന്നെ ബബിൾസ് വന്ന് പുറത്തേക്ക് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കൈയൊക്കെ പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിത് കുറുക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ജാമിൻ്റെ ആ ഒരു ബാറ്റർ നന്നായിട്ട് തന്നെ തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചസാരയിലുള്ള കച്ചറകളൊക്കെ അതേപോലെ മുകൾ ഭാഗത്ത് വന്ന് ഇതേപോലെ നിൽക്കൂട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ആ വേസ്റ്റൊക്കെ നമ്മൾ ഇതേപോലെ തവി കൊണ്ട് എടുത്തിട്ട് കളയണം, അല്ലെങ്കിൽ നമ്മുടെ ആ ജാം മുകൾ ഭാഗം ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എടുത്ത് കളയാം. അപ്പോൾ ശർക്കരയിലും അതേപോലെ പഞ്ചസാര നമ്മൾ തിളപ്പിക്കുമ്പോൾ ഇതേപോലത്തെ വേസ്റ്റ് വന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഇതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിതൊരു 3/4 ഭാഗത്തോളമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയും പൊങ്ങി വരുന്നതൊക്കെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ മാറ്റി കൊടുക്കാം. അപ്പോൾ ഏകദേശം കുറേശ്ശെ ഇങ്ങനെ കുറുകി വരുന്നുണ്ട് കേട്ടോ. വറ്റി വറ്റി വന്നിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. കുറുക്കിയെടുക്കണം. ഇതിലെ വെള്ളമൊക്കെ മുഴുവനായിട്ട് നമ്മൾ ഇതിൽ നിന്ന് അബ്സോർബ് ആക്കി കളയണം. അത്രമാത്രം നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ട് ഇതേപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എപ്പോഴും നമ്മൾ ജാം ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചൂട് കട്ടിയുള്ള ഏതെങ്കിലും ഉരുളി പോലത്തെ ഐറ്റംസ് വേണം കേട്ടോ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഒരു പഞ്ചസാര ക്രിസ്റ്റൽ ഫോം ആവാണ്ടിരിക്കാൻ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സൈസിലുള്ള ചെറുനാരങ്ങ ഞാനിത് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതുകൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏത് ജാം നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോഴും കുറച്ചധികം തന്നെ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ക്രിസ്റ്റൽ ഫോം ആവാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഈ ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുന്നത്.
അപ്പോൾ അത് ഏത് പഴമാവട്ടെ നമ്മൾ അതിലേക്ക് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ചെറുനാരങ്ങയുടെ നീര് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ജാം ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ. അതിൽ ആ പഞ്ചസാരയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കാൻ ചാൻസ് ഉണ്ട് തണുക്കുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് വീണ്ടും നമുക്കിത് നന്നായിട്ട് തന്നെ കുറുക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റോളം കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കൺസിസ്റ്റൻസി നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ അതിൽ നിന്ന് കുറച്ച് ഇതേപോലെ സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ ചെരിച്ച് വെക്കുന്ന സമയത്ത് അതിൽ നിന്നും വെള്ളം ഇതേപോലെ താഴേക്ക് വീഴുന്നുണ്ടെങ്കിൽ നമ്മുടെ ജാം കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഇത് കുറുക്കിയെടുക്കണം. അപ്പോൾ ഈ വെള്ളം ഇതേ രീതിക്ക് വരാൻ പാടില്ല കേട്ടോ. അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വീണ്ടും ഇത് നന്നായിട്ട് തന്നെ കുറുക്കിയെടുക്കണം. അപ്പോൾ അതിലെ വെള്ളം മുഴുവനായിട്ടും നമുക്ക് വറ്റിച്ച് കൊടുക്കണം കേട്ടോ. എങ്കിൽ നമ്മുടെ ജാം നല്ല സ്റ്റിക്കി ആയി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 15 മിനിറ്റോളം വീണ്ടും ഇത് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഇതേപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ചെരിച്ച് പിടിക്കുന്ന സമയത്ത് വെള്ളം ഒട്ടും വരുന്നില്ല കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ജാമിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പ്, അതായത് സ്റ്റൗവിൻ്റെ ടോപ്പൊക്കെ മുഴുവനായിട്ടും ചീത്തായിട്ടുണ്ട് കേട്ടോ. ഇത് ബബിൾസ് വന്ന് പൊട്ടിയിട്ട് നമ്മൾ കൈ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. അത് ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. പഞ്ചസാരയുടെ ആ ഒരു ചൂട് നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ പെട്ടെന്ന് തന്നെ കൈ പൊള്ളും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന തവി കുറച്ച് നീളമുള്ളത് എടുത്തിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇത്രയും വലിയ പാനായിട്ടും നമുക്ക് ആ ബബിൾസ് വന്നിട്ട് പുറത്തേക്ക് പൊട്ടിയ അതാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇപ്പം നമ്മുടെ ജാം നല്ല കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇറക്കി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ സ്റ്റൗ ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കുകയും ചെയ്യട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് സമയം അതേപോലെ അവിടെ വെക്കുകയാണെങ്കിൽ നമ്മൾ തീരെ നമുക്കിത് വൃത്തിയാക്കാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ കുറച്ച് അധികം വെള്ളം എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് തുടച്ചെടുത്താൽ മതി. അപ്പോൾ അത് ചൂടാറുന്ന ആ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഗ്യാസ് സ്റ്റൗ ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതുകൂടി ഞാൻ ഇതിൽ കാണിക്കുന്നത്, നമ്മൾ ജാം ഉണ്ടാക്കിയിട്ട് ക്ലീൻ ആക്കാതെ ഇടുകയാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാട്ടോ നമുക്കിത് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ ആ ചൂടോട് കൂടെ തന്നെ നമ്മളത് ക്ലീൻ ചെയ്യണേ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടുള്ളൂ, അപ്പോഴേക്കും നല്ല ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജാം ഉണ്ടാക്കിയ പടനെ സ്റ്റൗ തുടക്കാനും ശ്രദ്ധിക്കണേ. അപ്പോൾ അതാ നമ്മുടെ സ്റ്റൗ ഒക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ജാമും നന്നായിട്ട് തന്നെ തണുത്തിട്ടുണ്ട്. അത് നന്നായി തണുത്ത ശേഷം മാത്രം വേണം നമ്മളിത് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കേണ്ടത് കേട്ടോ. അതേപോലെ ഗ്ലാസിൻ്റെ ബൗളുകളിലാക്കുന്നതായിരിക്കും ജാം എപ്പോഴും നല്ലത്. നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇത് നമുക്ക് പുറത്ത് വെച്ചിട്ടും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂണൊക്കെ ഉപയോഗിക്കണം. മക്കളൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മൾ പുറത്ത് വെക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ നനഞ്ഞ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് നമ്മൾ കോരിയെടുത്ത് വീണ്ടും വേറെ സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ കോരിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ജാം പെട്ടെന്ന് ചീത്താവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ വക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവരും ഫ്രിഡ്ജിൽ വെക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. പുറത്താണെങ്കിൽ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജാമാണിത്. ഏത് പഴങ്ങൾ വെച്ചിട്ടും ഇതേ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ജാം തന്നെയുണ്ട്. അപ്പോൾ നമുക്കിത് സ്പൂൺ പൊക്കുന്ന സമയത്ത് കാണുന്നുണ്ടാവും ഒന്ന് ഒട്ടി പിടിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പം എല്ലാം ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.